കെണിയൊരുക്കി കാത്തിരിക്കുന്ന ലിലിയും അവളെ കൊടുക്കാൻ വലവിരിക്കുന്ന ടിയാനും. ഈ കളിക്കളത്തിൽ ആരാണ് വേട്ടക്കാരൻ, ആരാണ് ഇര? ലവ് ജേണി എപ്പിസോഡ് 3 സ്വാഗതം. ആദ്യം കാണിക്കുന്നത് ടിയാൻ ലിലിയുടെ ലാൻഡ് ലോഡിനെ ചെന്ന് കാണുന്നതാണ്. അവൻ അവരുടെ വകയിലെ ഏതോ ബന്ധുവാണെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കും. ലിലി മാസങ്ങളായി തരാതിരിക്കുന്ന വാടക പിരിച്ചു തരാൻ ഞാൻ ആൻറ്റിയെ സഹായിക്കാമെന്ന് അവനേൽക്കും. ഇപ്പോൾ ലിലിയുടെ ഓഫീസിൽ ചുമ്മാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം ദേ അവൾ വരുന്നു എന്ന് പറഞ്ഞ് വേഗം ഓടിപ്പോകും. ലിലിയുടെ മാനേജറാണ് വരുന്നത്. അവർ വന്ന് കുറേ പൊങ്ങച്ചടിക്കും. ലിലിക്ക് അവളെക്കാൾ സൗന്ദര്യം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് ലിലിയെ ഒട്ടും ഇഷ്ടമല്ല. അവർ ലിലിയോട് പറയും, നിന്റെ പ്രൊജക്റ്റ് ബോസ് എടുത്തു, പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ വെബ് പേജ് തയ്യാറാക്കണം. അതിന് ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിലില്ല, ഞാൻ ആ സ്ഥലം കണ്ടിട്ട് കൂടിയില്ല എന്ന് ലിലി പറയുമ്പോൾ, ഇനി ഞാൻ നിനക്കതെല്ലാം കൊണ്ടുതരണമെന്ന് അവൾ ചൂടായി ചോദിക്കും. ഇത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഇതിൽ നിന്ന് മാറ്റെന്ന് പറഞ്ഞ് അവർ പോകും. അവള് ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് ഇപ്പോൾ വരുവാണ്. അവൾ നോക്കുമ്പോൾ വീടിന്റെ ഡോറ് തുറന്നു കിടപ്പുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഓർത്ത് പേടിച്ച് ഉള്ളിൽ കിടക്കുമ്പോൾ ദേ അവിടെ ഒരുത്തൻ ഇരിക്കുന്നു. നീ ആരാണെന്ന് അവൾ ചോദിക്കുമ്പോൾ, കണ്ടതിൽ സന്തോഷം, ഞാൻ ടിയാൻ എന്നവൻ വളരെ കൂളായി പറയും. അവനെ അടിക്കാനായിട്ട് അവൾ ചൂല് തപ്പിപ്പോകുമ്പോൾ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചൂലൊന്നും എടുക്കില്ല, അതുകൊണ്ട് എന്താവാനാണെന്ന് അവൻ ചോദിക്കും. അവളിപ്പോൾ ഉടനെ വെട്ടുകത്തി കയ്യിലെടുക്കും. ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുന്നത് പറയും. അവനെന്നാ ഒരു കൂസലും ഇല്ലാതെ, കത്തി താഴെ വെച്ചോ, അതിൻ്റെ ആൻറ്റിയുടേതാ. നിന്റെ ആൻറ്റിയോ? ആ, നീ കുറെ കാലമായിട്ട് വാടക കൊടുക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു, അതാ ഞാനിവിടെ. സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്ക്. അവൾ ഫോൺ എടുത്ത് ലാൻഡ് ലേഡിയെ വിളിക്കുമ്പോൾ ഇവൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവും. അവൾ കത്തി താഴെയിട്ട്, ഞാൻ പറയുന്നത് നീ കേട്ടില്ലേ, എനിക്ക് ശമ്പളം കിട്ടിയാൽ ഉടനെ ഞാൻ വാടക കൊടുത്തു തീർക്കും, അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോ. അവനെന്നാ അവിടെ തന്നെ നിൽക്കും. അവൾക്ക് ദേഷ്യം വന്ന് കത്തിയെടുത്ത്, പോകുന്നോ ഇല്ലയോ, ഞാൻ 3 വരെ എണ്ണും. അവനവൻ്റെ കഴുത്ത് കാണിച്ചു കൊടുത്ത്, ഇതിവിടെ വെട്ടിക്കോന്ന് പറയും. രക്ഷയില്ലാതെ അവൾ സ്വന്തം കഴുത്തിൽ കത്തിവെച്ച് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അവനെ ചവിട്ടി പുറത്താക്കി വാതിലടയ്ക്കും. അടുത്ത സീനിൽ പെയിൻറ്റർ ചു ആ പെയിൻറ്റിങ് ഗ്യാലറിയിലേക്ക് തിരികെ കൊണ്ടുവരും. ഇത് പോയപ്പോൾ എനിക്കത്ര വിഷമമായിരുന്നു, ഈ പെയിൻറ്റിങ്ങാണ് ഈ ഗ്യാലറിയുടെ സ്പിരിറ്റ് എന്നെല്ലാം പറഞ്ഞ് അയാൾ കുറേ തള്ളും. എന്നിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ അടുത്ത് വന്ന് സൂക്ഷിച്ചു നോക്കും. അയാളുടെ മുഖം പെട്ടെന്ന് മാറും, കൈകൾ വിറയ്ക്കും. അപ്പോൾ അയാൾക്കത് മനസ്സിലാവും, പെയിൻറ്റിങ് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അയാൾ അന്തം വിട്ട് കുറേ സമയം അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പോൾ മാനേജർ വന്ന് ലിലിയോട്, നീ ആ വെബ് പേജ് ഉണ്ടാക്കി കഴിഞ്ഞോ എന്ന് ചോദിക്കും. അവളാണെങ്കിൽ, ഇല്ല, ഞാൻ അവിടുത്തെ വെതർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയും. നീ എന്തൊരു മണ്ടിയാ, അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ പോരെ, ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ല, അവിടെ പൂക്കളുണ്ടാവുന്നത് പ്രത്യേക ഒരു കാലാവസ്ഥയിലാണ്, നമുക്ക് കസ്റ്റമേഴ്സിനോട് നുണ പറയാൻ കഴിയില്ല എന്ന് അവൾ പറയും. ശരി, നിന്നെ ഈ പ്രൊജക്റ്റിൽ നിന്ന് ഒഴിവാക്കി. റോബിൻ എന്ന് വിളിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മണ്ടനെ മാനേജർ അത് ഏൽപ്പിക്കും. ഈ മാസം നിനക്ക് ബോണസും കിട്ടില്ല എന്ന് പറഞ്ഞ് അവർ പോകും. അപ്പോൾ അവിടുന്ന് ആരോ, ലിലി നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അവൾ കേൾക്കും. അവൾ താഴേക്ക് ചെല്ലും. ചെന്ന് നോക്കുമ്പോൾ ഗ്ലാസ്സൊക്കെ വെച്ച് മാസായി ടിയാൻ അവിടെ ഇരിപ്പുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ പതിയെ ചോദിക്കും. ഞാൻ വാടക ചോദിക്കാൻ വന്നതെന്ന് അവൻ ഉറക്കെ പറയും. തിരക്കിടാതെ, ഞാൻ നിന്റെ ആൻറ്റിയെ വിളിച്ചതല്ലേ, പൈസ കിട്ടിയാൽ ഉടനെ ഞാൻ കൊടുക്കും, ഓഫീസിൽ വന്ന് നാണം കെടുത്തരുതെന്ന് പറഞ്ഞ് അവൾ കെഞ്ചും. അവൻ എഴുന്നേറ്റ്, ശരി ഞാൻ വീണ്ടും വരുന്നു പറഞ്ഞ് പോകും. ചു ഇപ്പോൾ ആരും കാണാതെ ഒരു മൂലയ്ക്ക് വന്ന് ഓയ അങ്ങനെ ഫോൺ ചെയ്യും. എനിക്ക് ആ പെയിൻറ്റിങ് തിരിച്ചു കിട്ടി, പക്ഷേ അത് ഫേക്കാണെന്ന് പറയും. വൈകുന്നേരമായി. ലിലി വീട്ടിലേക്ക് വരുമ്പോൾ തീറ്റയും കുടിയൊക്കെയായി ടിയാൻ അവിടെയുണ്ട്. നിനക്ക് കുറച്ച് ചെമ്മീൻ വേണോ? അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട്, നീ എന്താ വീണ്ടും ഇവിടെ, ഇത് ഹോട്ടലൊന്നും അല്ല. വെയിറ്റ് എ സെക്കൻഡ്, ഞാൻ പറയട്ടെ, ഇനി മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. നീ എന്താ തമാശിക്കുക? ഇതൊരു ചെറിയ വീടല്ലേ, ഇവിടെ നിനക്ക് റൂമൊന്നും ഇല്ല, ഞാൻ കേസ് കൊടുക്കൂടാ, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അവൾ അവിടെ എന്തോ പരതും. ടിയാനപ്പോൾ സോഫയുടെ അടിയിൽ നിന്ന് കത്തിയെടുത്ത്, നീ ഇതാണോ നോക്കുന്നതെന്ന് ചോദിക്കും. അവിടെ ഒരു ടെൻറ്റ് ഇരിക്കുന്നത് കണ്ട്, ഇതെന്താടാ നിന്റെ ബെഡ്റൂം എന്ന് പറഞ്ഞ് അവൾ അതെടുത്ത് പുറത്തേക്കിടും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ലിലി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ടിയാൻ അവൻ്റെ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി വരും. അവൻ എന്നിട്ട് പറയും, എനിക്കിവിടെ നല്ല വെളിച്ചവും വായുവും ഉണ്ട്, ഇവിടെ നിന്നാൽ ഈ സിറ്റി മുഴുവൻ കാണാം. അവൻ ഉള്ളിലേക്ക് വരുമ്പോൾ ലിലി കരയുന്നത് കണ്ടിട്ട് ടിയാൻ്റെ മുഖത്ത് ചെറിയൊരു സങ്കടം വരും. നീ കരയുവാണോ? അവളാണെങ്കിൽ, പറ, ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? നീ വാടക തരാതെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കത് തടയണ്ടേ? അപ്പോൾ ഞാൻ വാടക അടച്ചു കഴിഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് പോകും അല്ലേ? അവൻ അതിന് നേരെ മറുപടി പറയാതെ, സത്യം പറഞ്ഞാൽ എനിക്കും ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയുടെ അടുത്ത് വന്നേ. ആൻറ്റി പറഞ്ഞു, നീ എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചാൽ വാടക നീ 500 യുവാൻ കുറച്ച് കൊടുത്താൽ മതി. ഗുഡ് ന്യൂസ് അല്ലേ, നിനക്ക് സന്തോഷമായില്ലേ? ഇല്ല, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ച് പുറത്താക്കി വാതിലടയ്ക്കും. ഇപ്പോൾ പെയിൻറ്റർ ചു പെയിൻറ്റിങ് വാങ്ങിയ ബോസിൻ്റെ അടുത്ത് വരുവാണ്. ആ പെയിൻറ്റിങ് പോയപ്പോൾ തൊട്ടേ എനിക്ക് ഒട്ടും സ്വസ്ഥതയില്ല, അതാ ഞാനത് തിരിച്ചെടുക്കാമെന്ന് വെച്ചേ. ഹോ, നിങ്ങളെ ശരിക്കുള്ള കലാകാരെന്ന് പറഞ്ഞ് ബോസും പൊക്കിയടിക്കും. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് ചു പറയും. ലേലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പെയിൻറ്റിങ് എവിടെയാണ് സൂക്ഷിച്ചേ? ദേ ഈ ഭിത്തിയിൽ, ഇവിടെ അത് സുരക്ഷിതമായിരുന്നു. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ചുവിൻ്റെ ശ്രദ്ധയിൽപ്പെടും. അന്ന് ആ പെയിൻറ്റിങ് വാങ്ങിയ ദിവസം ലിലിയും ബോസും ചേർന്ന് എടുത്തതായിരുന്നു അത്. മിസ്റ്റർ ഷാവോ, ഈ പെൺകുട്ടി ഏതാ? അയാൾ വന്നിട്ട്,
ഓ ഇവളോ, ഇവള് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ എൻ്റെ അടുത്ത് വന്നതാ. ഫ്ലാഷ് ബാക്കിൽ ലിലി വന്ന് അയാളോട് എനിക്ക് 3 മില്യൺ യുവാൻ കടവായി തരുമെന്ന് ചോദിക്കും. 3 മില്യണോ? അത് ഒരുപാടുണ്ടല്ലോ. നീ എന്താ ഈട് വെക്കുന്നേ? നിങ്ങൾ പുരാവസ്തു ശേഖരിക്കുന്ന ആളല്ലേ, എനിക്ക് ആർട്ട് കളക്ഷനെ കുറിച്ച് അറിയാം, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഉടനെ ഒരു ലേലം നടക്കുന്നുണ്ട്, ചില പ്രധാന വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അത് മിസ്സാക്കരുത്. അവള് 3 മില്യൺ കടം വാങ്ങി. ഞാൻ ഈ ലേലത്തിൽ ഒരുപാട് പണം ഉണ്ടാക്കുന്ന പ്രോമിസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പലിശ വാങ്ങാൻ പാടില്ല. പക്ഷേ നിങ്ങളവളെ കണ്ടതല്ലേ ഉള്ളൂ, എങ്ങനെ വിശ്വസിക്കുക? ഏയ് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല, കാശുണ്ടാക്കുന്നത് എന്ത് ഞാൻ ചെയ്യും. അവള് തീരെ ചെറുപ്പമാണ്, എന്നിട്ടും ഇതിൽ എക്സലൻ്റ് ആണല്ലോ. നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഏയ് എൻ്റെ പെയിൻറ്റിങ്ങിലെ ആ കുട്ടിയെ പോലെ അവൾക്കെന്തോ പ്രത്യേകത ഉള്ളതുപോലെ. എനിക്കവളെ ഒന്ന് കാണാൻ കഴിയുമോ? അതിനെന്താ, ഞാൻ അവളെ ലഞ്ചിന് വിളിക്കാം, നിങ്ങളും വന്നോളൂ എന്ന് ബോസ് പറയും. ഇപ്പോൾ പോലീസുകാരുടെ മീറ്റിങ്ങിൽ ആരോ 3 മില്യൺ ലിലിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോ? ആരാ അത് ചെയ്തേ? അതൊരു കമ്പനിയാണ്. ആ പണത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ക്ലീൻ ആണ്. അപ്പോൾ കള്ളപ്പണം അല്ല. പിന്നെ എന്തിനായിരിക്കും അവൾക്ക് ഇത്രയും പണം? അവളുടെ ആവശ്യം എന്താണെന്ന് കണ്ടെത്തണം. ആ ലേലത്തിൻ്റെ വിവരങ്ങൾ പരിശോധിക്കുന്ന ക്യാപ്റ്റൻ ആവശ്യപ്പെടും. അവരുടനെ നോക്കി പറയും, ലേലത്തിന് വരുന്നവർ 3 മാസത്തെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കണമെന്നുണ്ട്. ലേഡി ഓഫീസർക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അതാണ്, ആവശ്യത്തിന് പണം ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവൾ ഷാവോയുടെ കയ്യിൽ നിന്ന് കൊള്ളപ്പലിശയ്ക്ക് ലോൺ എടുത്തു. അത് ശരിയാവാമെന്ന് ക്യാപ്റ്റൻ സമ്മതിക്കും. ഇപ്പോൾ ഷിയ ഒരു ബാറിൽ ലൈവ് സ്ട്രീം ചെയ്യുവാണ്. ഷാങ്ഹായിലെ ഏറ്റവും നല്ല കോക്ടെയിൽ ഇവിടെയാണുള്ളത്. പിന്നെ ഇവിടുത്തെ എൻവയോൺമെൻറ്റും അടിപൊളിയാ, ഒരുപാട് ഹാൻഡ്സം ആളുകളുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന കെവിൻ അവൻ്റെ ഫ്രണ്ടിനോട് അവൾ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കും. അവളൊരു ലൈവ് സ്ട്രീമർ ആണെന്ന് തോന്നുന്നു. അവൾ പോകുന്നിടത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഓഡിയൻസിന് ഷെയർ ചെയ്യും. ഇൻട്രസ്റ്റിംഗ് എന്ന് കെവിൻ പറയും. ഹേ, നീ അവളെ നോക്കി പഠിക്ക്, നീ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ബോസേ, സത്യം പറഞ്ഞാൽ അവളുടെ വ്യൂവേഴ്സിനേക്കാളും വളരെ കുറച്ച് യൂസേഴ്സേ നമുക്കുള്ളൂ. അവൾ നിനക്ക് വേണ്ടി ജോലി ചെയ്യില്ല. ചിലപ്പോൾ ഒരു ദിവസം അവൾ ഈ കമ്പനി തന്നെ വാങ്ങിയേക്കാം. നീ ഒന്ന് മിണ്ടാതിരിക്കുമോ? എൻ്റെ അടുത്ത് നിന്ന് പോടാന്ന് പറഞ്ഞ് കെവിൻ അവനെ ഓടിക്കും. ഇപ്പോൾ ലിലി ഫോണിൽ നോക്കുമ്പോൾ അവളിട്ട് പോസ്റ്റിന് കെവിൻ്റെ കമൻറ്റ് കാണും. ഹേ, നല്ല സ്ഥലമാണല്ലോ, എവിടെ ഇത്? ലിലി ഉടനെ അവൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കും. അവൻ്റെ പഴയ പോസ്റ്റുകളും ഇൻട്രസ്റ്റുകളും അവൾ വേഗത്തിൽ സ്ക്രോൾ ചെയ്ത് പഠിക്കും. അവൾ അതിന് റിപ്ലൈ ചെയ്യും. ഇത് ഷാങ്രി-ലായിലാണ്. കെവിൻ അത് കാണും. അവൻ ഫോൺ എടുത്ത് പോകും. നീയാണോ ആ ഫോട്ടോ എടുത്തത്? ലിലി വിട്ടുകൊടുക്കുമോ? കിട്ടിയ അവസരത്തിന് തന്ത്രപരമായി അവൾ ചാറ്റ് ചെയ്യും. അവനും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇന്ന് രാത്രി അവർ മീറ്റ് ചെയ്യാമെന്ന് പറയും. ലിലി മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആവുകയാണ്. ടിയാൻ അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. അവൾ വന്നിട്ട്, നീ എന്തിനാടാ എൻ്റെ ടി വി കാണുന്നേ, അതും എൻ്റെ AC ഓണാക്കിയിട്ടിട്ട്? ഞാൻ ഈ ഡ്രാമയുടെ ഒരു വലിയ ഫാനാന്ന് അവൻ പറയും. മേക്കപ്പ് ഒക്കെ ഇട്ട് എങ്ങോട്ടാ, ഡേറ്റിന് പോവാണോ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും. കണ്ട കിളവന്മാരെ ഒന്നും ഡേറ്റ് ചെയ്യാതെ അവർ കുറച്ച് കഴിയുമ്പോൾ നിന്നെ ഇട്ടിട്ട് പോകും. നിനക്ക് നല്ല ഒരാളെ കിട്ടും, എന്നെപ്പോലെ. നിന്നോട് വഴക്കിടാൻ എനിക്ക് സൗകര്യമില്ല. എൻ്റെ വീട് പൂട്ടി നിന്റെ സ്ഥലത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞ് അവൾ ഇറങ്ങും. അവൾ പുറത്തേക്ക് എത്തിയ പോലും ഇല്ല, അവനും ചാടി ഇറങ്ങും. ലിലി വന്ന് കെവിനെ കാണും. അവർ തമ്മിൽ പരിചയപ്പെടും. നമുക്കെന്തെങ്കിലും കുടിക്കാം, നല്ലൊരു ബാർ അവിടെയുണ്ട്, അങ്ങോട്ട് പോയാലെന്ന് കെവിൻ ചോദിക്കും. എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാൻ നിന്നെ നല്ലൊരു സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞ് ലിലി അവനെ കൂട്ടിക്കൊണ്ട് പോകും. അവർ രണ്ടും ഇപ്പോൾ ആളൊന്നുമില്ലാത്ത പുഴയുടെ സൈഡിലുള്ള ഒരു സ്ഥലത്തിരുന്ന് കുടിക്കുകയാണ്. അവർ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കും. ടിയാൻ അവരുടെ പുറകെ തന്നെയുണ്ട്, ഒരു ഡിറ്റക്റ്റീവിനെ പോലെ. അവൻ വന്ന് അവരെന്താ ചെയ്യുന്നതെന്ന് ഒളിച്ചു നോക്കും. അപ്പോൾ കെവിൻ ചോദിക്കും, നിനക്ക് ഫ്രഞ്ച് അറിയോ? നീ ഫ്രാൻസിൽ പോയിട്ടുണ്ടോ? ഇല്ല, ഞാനത് തനിയെ പഠിച്ചതാ. എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്, സിനിമയും കാണും. ആ മൂവീസിലെ സ്ഥലങ്ങളിലെല്ലാം ട്രാവൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മൂവീസോ? ഏതാ നിനക്കിഷ്ടം? അവളാണെ പേരും കള്ളി. അവൻ്റെ പ്രൊഫൈലിൽ കണ്ട കാര്യങ്ങൾ വെച്ച് അവൻ ഇഷ്ടമുള്ളതെല്ലാം പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ പേര് തന്നെ അവൾ പറയും. അവൻ അത്ഭുതപ്പെട്ട്, എന്തൊരു കോയിൻസിഡൻസാ, എനിക്കതെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. ചിലരത് ബോറിംഗ് ആണെന്ന് പറയും. അത് മൂവിയുടെ പ്രശ്നമല്ല, കാണുന്ന ആളുകളുടേതാണ്. അവർക്ക് ആ മൂവിയുടെ മീനിങ് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അവരുടെ സംസാരം ഇഷ്ടമായി. നൈസ് ടു മീറ്റ് യു, ഞാൻ കെവിൻ എന്ന് പറഞ്ഞ് കൈ നീട്ടും. അവളും കൈ കൊടുത്ത് ഞാൻ ലിലി, നൈസ് ടു മീറ്റ് യു എന്ന് പറയും. ഞാൻ ഒരുപാട് സംസാരിച്ചു, നീ എന്താ ചെയ്യുന്നതെന്ന് ലിലി ചോദിക്കും. ഞാൻ ട്രാവലിംഗ് ആപ്പിൽ വർക്ക് ചെയ്യുവാണ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ട്രാവലിംഗ് ആപ്പൊന്നും ഇപ്പോൾ അത്ര പോപ്പുലർ അല്ല, അധികം യൂസേഴ്സും ഇല്ല. പിന്നെ നീ എന്താ ഇതിൽ ഇൻട്രസ്റ്റ് ആയേ? എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈനാണ്, അധികം പരസ്യമൊന്നുമില്ല. മറ്റുള്ളത് വെച്ച് കമ്പയർ ചെയ്താൽ നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു ബെറ്റർ പ്ലേസ് ആണിത്. അവരാണെങ്കിൽ ആവശ്യമൊത്ത്, ആ അതെ, ഞാൻ ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു സ്പേസ് കൊടുക്കണം തന്നെയാണ് വിചാരിച്ചത്. അവളാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ആശ്ചര്യപ്പെട്ട്, നീയാണോ ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്തത്? ആ അതെ. ആഹാ, കൊള്ളാം, അടിപൊളി ആപ്പാണ് അതെന്ന് പറഞ്ഞ് അവർ ചിയേഴ്സ് ആയിരിക്കും. ടിയാൻ അവരുടെ ഫോട്ടോ എടുക്കും. എന്നിട്ട് അത് പോലീസുകാർക്ക് അയച്ചു കൊടുത്ത്, ഇവൻ ലിലിയുമായിട്ട് ക്ലോസ് ആണെന്ന് തോന്നുന്നു, ഇവൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യും. ലിലി പറയുവാണ്, ആക്ച്വലി നിൻ്റെ ആപ്പ് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്, അതിന് നല്ല പ്രൊമോഷൻ കൊടുക്കണം.
പക്ഷേ മാർക്കറ്റിങ്ങിന് വേണ്ടത്ര പണം ഞങ്ങളുടെ കയ്യിലില്ല. അതിന് ഒരുപാട് ചിലവ് വരും. വലിയ കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണത്. ഹേ, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഒരു ഇവൻ്റ് ക്രിയേറ്റ് ചെയ്താലോ? ചെറിയ ചിലവ് വരൂ, പക്ഷേ നന്നായി വർക്ക് ചെയ്യും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പം യാത്ര പോകുന്നത് സ്വപ്നം കാണാറുണ്ട്. ടൈം ലിമിറ്റ് ഒന്നുമില്ലാതെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകണം. അതിനിടയിൽ അപ്രതീക്ഷിതമായി വരുന്നതൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കെവിൻ അത് അടിപൊളിയായി തോന്നി. ഗുഡ് ഐഡിയ. ഒരേ മനസ്സുള്ള ആളുകൾ ഒരു അറിവിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്താം, ലോക്കൽ സ്ഥലങ്ങൾ കാണാം. എനിക്ക് ഐഡിയ ഇഷ്ടപ്പെട്ടു. നിനക്ക് എവിടെയാണ് പോകേണ്ടത്? ഷാങ്ഗ്രില. ഓക്കെ, ഞാനും നിന്റെ കൂടെ വരാം. അവർ വീണ്ടും ചിയേഴ്സ് അടിക്കും. ഇപ്പോൾ ലിലി അടിച്ചു പൂസായി വഴിയരികിൽ നിൽക്കുവാണ്. കയ്യിലുള്ള കുപ്പി അവൾ പിന്നെയും കുടിക്കും. ടിയാൻ ഇരുട്ടത്ത് നിന്ന് പുറത്തേക്ക് വന്ന് അവളെ സൂക്ഷിച്ചു നോക്കുന്നിടത്ത് എപ്പിസോഡ് അവസാനിക്കും. ലിലി കെവിനെ തൻ്റെ വലയിൽ വീഴ്ത്തി കഴിഞ്ഞു. ടിയാൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും? അടുത്ത എപ്പിസോഡിൽ കളി മാറും. ഒരു കൊലപാതകത്തിൻ്റെ മണം ഈ പ്രണയകഥയിൽ കലരുന്നുണ്ടോ? കാത്തിരുന്ന് കാണാം. ലവ് ജേണി തുടരും.